ഹലോ, എല്ലാവർക്കും സുഖമാണോ? ഹെൽപ്മീലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഈ ആദ്യം കേട്ട സൗണ്ടില്ലേ, ഇപ്പോൾ ഈ റോഡിൽ കൂടെ മിക്കവാറും എപ്പോഴും കേൾക്കുന്ന ഒരു സൗണ്ടാണ് ഇത്. ഇവിടുത്തെ കച്ചവടക്കാർ സർക്കാർ പറയുന്നത് അതുപോലെ അംഗീകരിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. രാവിലെയും തുറന്നായിരുന്നു, പോലീസ് വന്ന് അടപ്പിച്ചു. ഇപ്പൊ വൈകിട്ടും 2-3 പ്രാവശ്യം പോലീസ് വന്ന് അടപ്പിച്ചു. പോലീസിന്റെ ഈ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ അവര് കവറിട്ടൊന്ന് അടയ്ക്കും. ആ വണ്ടി പോയി കഴിഞ്ഞാൽ ഉടൻ വീണ്ടും തുറക്കും. എനിക്ക് തോന്നുന്നു ഇവർക്കൊന്നും അതിന്റെ സീരിയസ്നെസ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതായിരിക്കാം. കാരണം എപ്പോഴും ഇത് വഴി വണ്ടി കൂടെ മൈക്കിൽ കൂടെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്, 31-ാം തീയതി വരെ വീടിന് പുറത്തിറങ്ങരുത്, കർഫ്യൂ ആണ്, അങ്ങനെ കൂടി നിൽക്കാൻ പാടില്ല, കച്ചവടം നടത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ കഴിവതും സർക്കാർ പറയുന്നത് അനുസരിക്കുക. വീടിന് പുറത്തിറങ്ങരുതെന്ന് പറയുന്നത് നമ്മുടെ നന്മയെ ഉദ്ദേശിച്ചാണ്. നമ്മൾ കൂട്ടം കൂടി നിൽക്കാനും മറ്റുള്ളവരുമായിട്ട് ഇടപഴകാതിരിക്കാനും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് പറയുന്നത്. നമ്മളത് അംഗീകരിക്കുക. അപ്പോൾ കുറേ പേര് വ്ളോഗ് വേണമെന്ന് പറഞ്ഞിരുന്നു. ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരത് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം. എനിക്കും ഓഫീസിൽ ലീവാണ്. ഇപ്പോൾ ബുധനാഴ്ച വരെയാണ് പറഞ്ഞേക്കുന്നത്. മുമ്പോട്ട് പോകുന്തോറും അറിയിപ്പ് വരുന്ന ന്യൂസിൽ കാണുന്നതിനനുസരിച്ച് ഞങ്ങൾക്കും ലീവിന്റെ കാര്യങ്ങൾ അന്നേരം അറിയിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബേൽപുരി. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചില്ലേ, മലര് മേടിച്ചോണ്ട് വന്നത്. അപ്പോൾ അതാണ് കാണിക്കുന്നത്. ഇവിടെ ബേൽ എന്നാ പറയുന്നത്, ബേൽപൂരി. അപ്പൊ അതുകൊണ്ട് സുക്ക ബേൽ ഉണ്ടാക്കും. ഭയങ്കര ടേസ്റ്റിയാണ്. ഇവിടെ ഒരുമാതിരിപ്പെട്ട കടകളിൽ, അതായത് ഈ തട്ടുകട പോലുള്ള പാനിപൂരി ഒക്കെ കിട്ടുന്ന കടകളുണ്ടല്ലോ, അവിടെ എല്ലാം ഇത് കിട്ടുമേ. അപ്പൊ കുറച്ച് കപ്പലണ്ടി ഇരിപ്പുണ്ടായിരുന്നു. അത് മൊത്തത്തിൽ ഞാനങ്ങ് കപ്പലണ്ടി വറക്കുക. നമുക്ക് റെസിപ്പിക്ക് ഇത് മൊത്തം ആവശ്യമില്ല, ലേശം മതി. അപ്പൊ ഈ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്തെന്നേ ഉള്ളൂ. ഒരു പഴയ പാനിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനൊക്കെ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പാനാണ് അത്. ഈ കപ്പലണ്ടി വറക്കാൻ ഗരം മസാല, ജീരകം, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ പൊടിക്കാനൊക്കെ വറക്കുന്നത് ഇതിനകത്താണ്. കാരണം ഇതൊക്കെ നല്ല പാനിൽ ചെയ്യുമ്പോൾ അത് പോറൽ വീഴാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. മലര് ഇങ്ങോട്ട് കാണിച്ച്. നമ്മുടെ മലരാണേ, സാധാ മലര്. അപ്പൊ നിങ്ങൾക്ക് എത്രയും വേണോ അത്രയും എടുക്കാം. ഇച്ചിരി വലിയ ഓട്ടം ഇടാൻ എന്താ, ഈ ഒരു പാക്കറ്റ് മലറിന് എത്ര രൂപ? 50 രൂപ. പിന്നെ അന്ന് 30 എന്ന് പറഞ്ഞു ശേഷം അതെന്തോ വ്യത്യാസം? എനിക്കറിയില്ല. മറ്റേത് ഞൊണങ്ങി മറ്റേത് ഞൊണങ്ങിയിരിക്കും. മതി 2 പേർക്ക്. നിങ്ങൾക്ക് എത്രയും മലര് വേണോ അത്രയും എടുക്കാം. ഇനി ഇതിലേക്ക് കപ്പലണ്ടി ഇഷ്ടമുള്ള എടുത്തോ. കടക്കാർ ഇത്രയൊന്നും എടുത്തില്ല കേട്ടോ, ലേശം എടുത്തുള്ളൂ. ഇനി ഇതിനകത്തേക്ക് ഉള്ളി, സവാള ഉള്ളി പൊടിയായിട്ടരിഞ്ഞത്. മൊത്തം വേണോ? മൊത്തം വേണ്ട, മലര് കുറവേ ദിവസം എടുത്തുള്ളൂ. അപ്പൊ ഈ ഉള്ളി തക്കാളി ഒക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാമേ. പൊടിയായിട്ട് എത്ര അരിയാൻ പറ്റുമോ അത്രയും അരിയണം. ഇനി കടക്കാർ ഇതിനകത്ത് പച്ചമുളകിൻ്റെ പേസ്റ്റ്, പുതിനയുടെ ചട്നി അല്ലെങ്കിൽ മല്ലിയിലയുടെ ചട്നി ഒക്കെ ചേർക്കും. പിന്നെ ഈ ചെറിയ പൊടി പോലുള്ള ഈ മിച്ചറുണ്ടല്ലോ, അതിനെന്തോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ സേവെന്നാ പറയുന്നത്. പിന്നെ നാരങ്ങാനീര് മതി. നാരങ്ങാനീര് മതി, ഒത്തിരി പുളി വേണ്ട. ഉപ്പിട്ടോ? ഉപ്പിട്ടില്ല, ഇച്ചിരി മതി. ആ മസാലയ്ക്ക് വേണ്ടി മാത്രം. എന്നിട്ട് ഇളക്കിക്കോ. ഈ കുട്ടി എൻ്റെ ഫ്രെയിമിൽ നിന്നൊക്കെ വലിച്ചെടുത്തോണ്ട് പോവും. ഞാനത് അഡ്ജസ്റ്റ് ചെയ്യാൻ പുറകെ നടക്കണം. ഒത്തിരി ഇട്ടങ്ങ് ഇതാക്കണ്ട, ഒത്തിരി വെള്ളമയം ആക്കണ്ട. ആ മലരങ്ങ് നനഞ്ഞു പോവും. റെഡിയായി. നല്ലോണം മിക്സ് ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ സംഭവം. നല്ലോണം നോക്കും. അപ്പൊ നമ്മുടെ ഈസി ആയിട്ടുള്ള ഒരു നാസ്ത റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.